അസ്സലാമു അലൈക്കും. നമ്മുടെ എത്ര വലിയ ആഗ്രഹവും ആവശ്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നിറവേറി കിട്ടാൻ സഹായിക്കുന്ന ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കടം പെട്ടെന്ന് വീടുക, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവുക, ബർക്കത്ത് ഉണ്ടാവുക, ജീവിതത്തിൽ നല്ല സന്തോഷമുണ്ടാവുക, ജോലി ലഭിക്കുക, രോഗം മാറുക, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഏത് ആവശ്യവും പെട്ടെന്ന് നിറവേറാൻ സഹായിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട്. ഖുർആന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തു യാസീനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ഒരുപാട് നേട്ടങ്ങളുള്ള ചെറുപ്പം മുതലേ നാം കാണാതെ പഠിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നാം ഓതിപ്പോരുന്ന ഒരു സൂറത്താണിത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറി കിട്ടാൻ ഇത്രയും പവറുള്ള ഒരു സൂറത്ത് വേറെയില്ല. ഈ സൂറത്ത് രണ്ട് രീതിയിൽ ഓതിയാൽ നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടുന്നതാണ്. ആദ്യത്തെ രീതിയെ കുറിച്ചിട്ട് പറയാം. സുബഹി നിസ്കാര ശേഷം നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ യാസീൻ സൂറത്ത് ഓതുക. ഓതുന്ന സമയത്ത് ഇപ്രകാരം ഓതുക. ആദ്യം തന്നെ യാസീൻ സൂറത്തിലെ ആദ്യത്തെ ആയത്തായിട്ടുള്ള യാസീൻ എന്ന ആയത്ത് 7 വട്ടം ഓതുക. എന്നിട്ട് ബാക്കി ഓതിയതിനു ശേഷം പിന്നെ 38ാമത്തെ ആയത്തെത്തുമ്പോൾ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്ന ആയത്തെത്തുമ്പോൾ അവിടെ 14 വട്ടം ആ ആയത്ത് ഓതുക. ബാക്കി ഓതിയതിനു ശേഷം 58ാമത്തെ ആയത്തായിട്ടുള്ള സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തുമ്പോൾ ആ ആയത്തിനെ 16 തവണ ഓതുക. അവസാനം 81ാമത്തെ ആയത്തെത്തുമ്പോൾ അവലൈസല്ലദി എന്ന് തുടങ്ങുന്ന 81ാമത്തെ ആയത്തെത്തുമ്പോൾ ആ ആയത്തിനെ 4 തവണ ഓതിയിട്ട് യാസീൻ സൂറത്ത് അവസാനിപ്പിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അത്ഭുതമാണ് കേട്ടോ, പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ്. ഏത് ആവശ്യവും പെട്ടെന്ന് തന്നെ അള്ളാഹു നിറവേറ്റി തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ രൂപത്തിൽ യാസീൻ സൂറത്ത് ഒരു തവണ ഓതിയാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുന്നതാണ്. ഇനി ഒരു തവണ ഓതിയിട്ട് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട. 4 തവണ ഈ രൂപത്തിൽ യാസീൻ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ യാസീൻ സൂറത്ത് ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഇനി യാസീൻ സൂറത്ത് കൊണ്ട് ആവശ്യം നേടിയെടുക്കാൻ സാധിക്കുന്ന രണ്ടാമത്തെ രീതിയെ കുറിച്ചിട്ട് പറയാം. യാസീൻ സൂറത്ത് സാധാരണ രീതിയിൽ തന്നെ ഓതുക. അവസാനം 81ാമത്തെ ആയത്തെത്തുമ്പോൾ 81ാം ആയത്തിനെ അഥവാ അവലൈസല്ലദി എന്ന് തുടങ്ങുന്ന ആയത്തിനെ 12 തവണ ഓതുക. എന്നിട്ട് ബാക്കി സാധാരണ രീതിയിൽ യാസീൻ സൂറത്ത് ഓതി അവസാനിപ്പിക്കുക. യാസീൻ സൂറത്ത് ഓതിയതിനു ശേഷം ഒരു ഫാത്തിഹ സൂറത്തും 3 തവണ ഇഖ്ലാസ് സൂറത്തും ഒരു സൂറത്തു നാസും സൂറത്തു ഫലക്കും ഇവയെല്ലാം ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താലും പെട്ടെന്ന് തന്നെ നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ ഈ 2 രീതി കൊണ്ടും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു രീതി തിരഞ്ഞെടുത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരുന്നതാണ്.